എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ മലയാളത്തിലാണ്. കുറേ പേര് വീണ്ടും ചോദിച്ചു കോഴ്സൊക്കെ എങ്ങനെയുണ്ട്. ഇന്ന് ആദ്യം അതിന് മുന്നേ ഒരു വ്യൂക്കൊരു ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഡോമിൻ്റെ കിച്ചണാണ്. ഇന്നത്തെ കോഴ്സ് മലയാളത്തിലായിരിക്കും. ഇന്നത്തെ വീഡിയോ മലയാളത്തിലായിരിക്കും. കാരണം മലയാളികൾസാണ് ഇന്നത്തെ പോയിന്റ് ഓഫ് ഫോക്കസ്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ മലയാളികൾക്കായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ആദ്യം പറയാനുള്ള കാര്യം, ഈ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് വരുന്നവരൊന്നും ആരും മെറ്റീരിയൽസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് തന്നെ ഇവിടെ ഭയങ്കര ക്ഷാമമാണ് ആൾക്കാരിൽ. അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രാഞ്ചസിനുള്ള പിള്ളേർ ഭയങ്കര ക്ഷാമമാണ്. അത് മാത്രമല്ല, അവർക്ക് വേണ്ടിയ എക്സ്പീരിയൻസ് ലെവൽ ടു ഗെറ്റ് എ ജോബും ഭയങ്കര ഹൈയുമാണ്. അപ്പോൾ ശരിയാണ്, ഇവിടെ ജർമ്മനി ഒരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, വലിയൊരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ടുവാർഡ്സ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബ്രാഞ്ചസ് നല്ല ഷോർട്ടേജ് ഉണ്ട്. മെക്കട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അതുപോലെ പഠിച്ചെടുക്കാനും പാടാണ്. അപ്പോൾ അവരുടെ പ്രൊജക്റ്റ് വർക്കൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പോൾ തന്നെ എൻ്റെ കോഴ്സിലെ പ്രൊജക്റ്റ് വർക്ക് ഒക്കെ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പാടാന്നല്ല, ഓരോ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ ഇലക്ട്രിക്കലൊക്കെ മെറ്റീരിയൽസ് പഠിക്കാൻ വരുന്നത് വെറും മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ, എൻ്റെ ഒപ്പീനിയനിൽ. എന്നുവെച്ചാൽ ഇവിടെ അത്രയും കോഴ്സ് ഉള്ളപ്പോൾ, എസ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ അടുത്തുള്ള ഒരു കോഴ്സ് ഉള്ളപ്പോൾ ആരും ഈ ഇലക്ട്രിക്കൽ പഠിച്ചിട്ട് ആരും വരാറില്ല. പിന്നെ കാരണം ഇവിടെ ഈ കോഴ്സ് തന്നെ മോസ്റ്റ്ലി റിസർച്ച് ഓറിയൻറ്റഡ് ഉള്ള പിള്ളേർക്കാണ്. കാരണം ഈ മാസ്റ്റേഴ്സ് 120 ക്രെഡിറ്റാണ്. എന്നുവെച്ചാൽ PhD ചെയ്യാൻ ആണ് ഈ പൊതുവെ മാസ്റ്റേഴ്സ് 90 ക്രെഡിറ്റ്സ്. പൊതുവെ ഈ ഇൻഡസ്ട്രിക്കുള്ള പല കോഴ്സസും, ഈ മെക്കട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇതുപോലത്തെ കോഴ്സ് എല്ലാം എടുത്ത് നോക്കിയാൽ അറിയാം, മിക്കതും 90 കോഴ്സേ ഉള്ളൂ. ചില കോഴ്സസ് 120 ക്രെഡിറ്റ്സാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, PhD ചെയ്യുമ്പോൾ ഈ 30 ക്രെഡിറ്റ് എക്സ്ട്രാ വേണം. അത് ഓരോ ഈ FH എന്നൊക്കെ ഈ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് ഈ PhD ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന്. അവർക്ക് 30 ക്രെഡിറ്റ് ഇല്ലെങ്കിൽ 5-6 സബ്ജക്റ്റ്. ഈ 5-6 സബ്ജക്റ്റ് പറയുമ്പോഴത്തേക്കും 5x4 20, ഇല്ലെങ്കിൽ 5x5 25, 30 ക്രെഡിറ്റ് വരും. അത് ചെയ്താലേ അവർക്ക് PhD ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കോഴ്സ് 120 ക്രെഡിറ്റ്സ് കാണുമ്പോഴല്ല, ഇവിടെ വന്നിട്ടറിയാം. ഇത് ഈ ഇവിടുത്തെ പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്ന രീതിയും കണ്ടാൽ അറിയാം അവർക്ക് PhD ഉള്ള പിള്ളേരെ മതി. അത് ബ്ലേറ്റൻറ്റ് ആണ്. അവർ പറയുന്ന രീതി, അവർ കോഴ്സ് ചെയ്യുന്ന രീതിയും കണ്ടാൽ അറിയാം. അവർ ജോലി തരാനുള്ള രീതിയിലല്ല, ജോലി ഇൻഡസ്ട്രിയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഈ കോഴ്സ് പോകുന്നത് എന്ന്. പക്ഷെ എന്നാലും പിള്ളേർ ഇവിടെ വന്നിട്ട് ഇൻഡസ്ട്രിക്ക് വേണ്ടിയ കോഴ്സസ് എടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സുള്ള പിള്ളേർ ദയവ് ചെയ്ത് മലയാളികൾ ഇങ്ങോട്ട് വരരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും ഭ്രാന്ത് പിടിച്ചു വരികയാണെങ്കിൽ വന്നു. കാരണം ഞാൻ ഇവിടെ ആരെയും കണ്ടിട്ടില്ല ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിനെ. കൂടുതലും മെക്കാനിക്കലുമാണ്, മെറ്റീരിയൽസിലെ പിള്ളേരുമാണ് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ വരുമ്പോൾ കുറച്ച് ജർമ്മൻ അറിയെങ്കിലും വരിക. മിഡ് കാർട്ടേബിറ്റ് പറയാനാണെങ്കിൽ ഇവിടെ ആരും വരണ്ട. അല്ലാത്ത രീതിയിൽ ഒരു ബേസിക് കൺവേഴ്സേഷൻ ഹോൾഡ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് പഠിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക സമയം. ഭാഷ പഠിക്കാൻ 1 വർഷമല്ല, 2 വർഷമല്ല, 3-4 വർഷം പോയാലും കുഴപ്പമില്ല. പക്ഷെ ഭാഷ പഠിച്ച് എന്നുവെച്ചാൽ ബേസിക് കൺവേഴ്സേഷൻ പഠിക്കാനല്ല 4 വർഷം, ഒരു സമയം കാണുമല്ലോ എല്ലാത്തിനും. അപ്പോൾ അതിൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് വരിക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യം ഒന്നുകൂടെ പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ വന്നിട്ട് 1-2 വർഷമാവാതെ ഒരു ബേസിക് കൺവേഴ്സേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെ ആവരുത്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം താഴെത്തട്ട് ജോലിയാണെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് മേലോട്ട് പിടിച്ച് കയറണമെങ്കിൽ പോലും ഭാഷ വേണം. ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട്, ഇവിടെ ഡോമിനെ പറ്റി കുറേ കാര്യം പറഞ്ഞു. ഡോമിനെ പറ്റി മലയാളികളുടെ എസ്പെഷ്യലി പറയാം, ഡോം കിട്ടാൻ പാടാണ്, നല്ല രീതിയിൽ പാടാണ്. ഇപ്പം ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഫോട്ടോ റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് ഞാൻ അയച്ചു തരാം. ഞാൻ 2023 ജൂലൈയിൽ അപ്ലൈ ചെയ്തതാണ്. എനിക്കിപ്പോഴും ഇവിടെ റൂം കിട്ടിയിട്ടില്ല. അയ്യോ ചേട്ടാ, അപ്പം ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ ഡോമല്ല എന്ന്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു സബ്ലെറ്റിലാണ്. ഇവിടെ സബ്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഇവിടെ വന്ന് 2-3 തവണ സബ്ലെറ്റ് മാറി. എന്നിട്ട് വീണ്ടും ഒരു സബ്ലെറ്റ് തപ്പി പോയപ്പോഴാണ്
ഇവിടെ ഒരു റൂം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഒരു പുള്ളി ഗ്രൂപ്പിലിട്ടു. ഞാൻ ഭാഗ്യത്തിന് ആദ്യം കണ്ടു, ആദ്യം റെസ്പോണ്ട് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു റൂം കിട്ടി. ആ റൂമിൽ സബ്ലെറ്റ് ആയിരുന്നു. ആ റൂമിൽ സബ്ലെറ്റും കഴിഞ്ഞ് അടുത്ത റൂമിൽ സബ്ലെറ്റ് ഇവിടെ തന്നെ ഒരു പുള്ളി ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയി. ആ പുള്ളി ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയതാ, ഈ പുള്ളി ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയതാ. എന്നിട്ടും ഇവിടെ വന്നിട്ട് ഇപ്പം ഏകദേശം വന്ന കാര്യം വിട്, 2023 ഡിസംബർ അപ്ലൈ ചെയ്ത ഇവിടുത്തെ ഡോമിന് വേണ്ടിയിട്ട്. ഇപ്പം 2025 ഫെബ്രുവരി. എനിക്കിപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നത് 30-40 ഒക്കെയാണ്. അന്നത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്പർ 800 അപ്പോൾ നിങ്ങൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് നേരത്തെ അപ്ലൈ ചെയ്യുക, പറ്റുമെങ്കിൽ സിംഗിൾ റൂം അപ്ലൈ ചെയ്യുക. സിംഗിൾ റൂമാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത്. എൻ്റെ ഒരു സിംഗിൾ റൂം കിട്ടുന്നത് 40, പിന്നെ വേറെ കിടക്കുന്നത് 174 അത് കിട്ടത്തില്ല. മറ്റേ ഒരു സിംഗിൾ റൂം 40 കിടപ്പുണ്ട്. ബാക്കി 2 ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സ് എനിക്ക് തോന്നുന്നു 20-25 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പിന്നെയും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന കാലാവസ്ഥ. ഇവിടെ വരുന്നവർക്ക് കാലാവസ്ഥ പിടിക്കത്തില്ലെന്നല്ല, കാലാവസ്ഥ കുഴപ്പമില്ല. ഈ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് പിടിക്കത്തില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പം ഇന്നത്തെ നല്ല വെയിലാണ്. എൻ്റെ കാപ്പി ആറിപ്പ് നല്ല വെയിലാണ്. ഫെബ്രുവരി അന്ന് പറയത്തേയില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരി നല്ല മഞ്ഞായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയണേ. എനിക്കറിഞ്ഞൂടാ. ഇവിടെ മഞ്ഞായിരുന്നു. ഞാൻ വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഈ സമയമൊക്കെ ആകുമ്പോൾ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇവിടെ ആകെ ഇപ്പോൾ 2 പ്രാവശ്യം മഞ്ഞ് പെയ്യിട്ടുള്ളൂ. അപ്പോൾ കാലാവസ്ഥ പിടിക്കുകയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ. ഈ ഒറ്റയ്ക്ക് ഇതുപോലെ ഡോമിലൊക്കെ താമസിക്കും. ഇപ്പോൾ വേണ്ട, ഡോം കാലിയാണ്, കിച്ചണാണ്. ഉച്ചയ്ക്ക് 1 മണിയാണ്. ആർക്കും ഫുഡ് ഉണ്ടാക്കണ്ട, ആർക്കും വരണ്ട. ചില എണ്ണം എഴുന്നേൽക്കും. ഇന്നലെ സാറ്റർഡേ ആയിരുന്നു. എല്ലാവരും ക്ലബിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് രാവിലെ 3 മണി 4 മണി ഒക്കെ ആവും. അപ്പോൾ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് വൈകിട്ടാവും. സാറ്റർഡേ ഇവിടെ ആരും ഇല്ല. സാറ്റർഡേ ഇവിടെ എല്ലാവരും കറങ്ങാൻ പോകും. നമ്മൾ ഇന്ത്യൻസ് പൊതുവെ അങ്ങനെ പോകാറില്ല. പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ ഒരു കൂട്ടില്ലാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാണ് ഒന്ന്. പിന്നെ എനിക്ക് ഇനിയിപ്പം തലേ മുടിയൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ പുറത്ത് ഇറങ്ങാറൊന്നുമില്ല. കറങ്ങാൻ അങ്ങനെ പോകാറൊന്നുമില്ല. ക്ലബിൽ എൻജോയ് ചെയ്യാൻ താല്പര്യമില്ല. ഇടയ്ക്ക് പോകണമെന്നുണ്ട്, ആരെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ ആരും വരില്ല. അത് വേറൊരു പ്രശ്നമാണ്. ഇടയ്ക്ക് വിളിക്കും. ഈ ജർമ്മൻ കോഴ്സ് പഠിക്കാൻ പോകുന്നതുകൊണ്ട് അവിടുത്തെ കുറച്ച് പേര് വിളിക്കും. പക്ഷേ എക്സാമാണ്, അതിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. പോകണം താല്പര്യമുണ്ട്. മിക്കവാറും ഇവിടെ മലയാളം ഇന്ത്യൻസൊക്കെ അടിച്ചു പൊളിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. അത് മാറ്റി പുറത്തോട്ട് പോയി ഇടയ്ക്കൊന്ന് കറങ്ങാൻ പോയി ആരും വരത്തില്ല. അവരുടെ നേച്ചർ അങ്ങനെയാണ്. അത് മാറ്റിയെടുക്കാൻ അടുത്തൊരു പിള്ളേർ വരുമ്പോൾ മാറും എന്നൊരു വിശ്വാസത്തിൽ ഇരിക്കുകയാണ്. എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യാൻ വരികയല്ല, എല്ലാവരും ഇവിടെ പഠിക്കാൻ വരികയാണ്. പക്ഷെ അതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഒക്കെയുള്ള ഒരു സംഭവം ഉള്ളപ്പോൾ പുറത്തിറങ്ങാൻ നോക്കുക, എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ പരിപാടിക്കൊക്കെ പോവുക, വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കാതെ എന്നെനിക്ക് പറയാനുണ്ട്. അടുത്തത്, ദൈവത്തെ ഇനിയും കോഴ്സിനെ പറ്റി ആരും ചോദിക്കരുത്. കോഴ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒരു ലൈവ് സെഷൻ ഞാൻ ഒരു Q&A വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷുകാർക്കും ഹിന്ദിക്കാർക്കും ജർമ്മൻകാർക്കും എല്ലാം പറ്റിയതൊക്കെ തന്നെ അത് പോയി കാണുക. അതിനിയും ഈ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഉള്ള പഠിച്ച ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. നിങ്ങൾ ഈ കോഴ്സിന് വരുവാണെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ കുറേ പേര്, അത് പറയാൻ കാരണം കുറേ പേര് ഓൾറെഡി ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ഈ മെക്കട്രോണിക്സ് ഒക്കെ എടുത്ത് ജോലി കിട്ടിക്കഴിഞ്ഞു, ഓൾറെഡി ഇൻഡസ്ട്രി കയറി കഴിഞ്ഞു. അപ്പം നിങ്ങൾ ആ ട്രാക്കിൽ പോവുക. അല്ലാതെ നിങ്ങൾ വേറെ ട്രാക്ക് പിടിച്ചിട്ട് ഫുൾ കരിയർ കുളമാക്കാൻ നിൽക്കണം. എന്നുവെച്ചാൽ അവർ അവിയൽ പരമാവും. എന്നുവെച്ചാൽ നിങ്ങളുടെ ഈ മെറ്റീരിയൽസോട് ചാട്ടം കണ്ടിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം ആദ്യം ഇതാണ്: നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചു, ശരി, നിങ്ങൾ എന്തിന് മെറ്റീരിയൽസിലോട്ട് ചാടി എന്ന ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഡോമല്ലെന്നോ എന്തായിരുന്നു, നമ്മുടെ സ്റ്റുഡൻറ്റ് അസിസ്റ്റൻറ്റ് ജോബ്സ്. അത് അടുത്ത് പറയാം. സ്റ്റുഡൻറ്റ് അസിസ്റ്റൻറ്റ് ജോബ്സ് അത് അതിൻ്റെ കുറേ നാളായിട്ടൊരു ഇൻ്റർവ്യൂ കിട്ടിയതാണ്. അയാൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഓക്കെ, മോൻ മെക്കാനിക്കൽ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വർഷം ജോലി ചെയ്തു IT ഇൻഡസ്ട്രിയിൽ, എനിക്കതേ കിട്ടിയുള്ളൂ. അതിപ്പോൾ MRF എനിക്ക് കിട്ടാത്തടത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല. എന്നുവെച്ചാൽ നാട്ടിൽ പൈസയാണ് ഇമ്പോർട്ടൻ്റ്. കാരണം എനിക്ക് 30,000 രൂപയുടെ ജോലി തന്നു, വേറെ 10,000 രൂപയുടെ ജോലിയുണ്ട്, ആരും എടുക്കും? ഏതെടുക്കും നീ? ഞാൻ 30,000 ജോലി എടുക്കത്തുള്ളൂ. അതും നല്ല ജോലിയായിരുന്നു, എനിക്ക് ഇരുന്ന് ജോലി ചെയ്യാം. IT മറ്റേത് ഇരുന്ന് ജോലി ചെയ്യുന്നൊരു ജോലിയായിരുന്നു. പക്ഷേ
മറ്റേ ജോലി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ ഞാൻ കോഡിങ് എങ്ങനെയാണ് അവിടെ പഠിച്ചത്, അവിടെ അവർ എനിക്ക് ട്രെയിനിങ് തന്നു. കുറച്ചധികം ജാവയിലായിരുന്നു. പിന്നെ ബാക്കിയുള്ളതെല്ലാം എളുപ്പമാണ് അത്യാവശ്യം. ജാവ പഠിക്കുകയെങ്കിൽ പിന്നെ പൈത്തണും വലിയ പാടൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അവർ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് മെക്ക് പഠിച്ചിട്ട് പിന്നെ ഐ ടി പോയി, പിന്നെ ഐ ടി പോയിട്ട് പിന്നെ ഇത് തിരിച്ച് ഈ മെറ്റീരിയൽസിലോട്ട് വന്നു എന്നൊരു ചോദ്യമാണ്. ഞാനൊരു ക്യൂറേറ്റഡ് റെസ്പോൺസ് ഒക്കെ കൊടുത്തു. ആക്ച്വലി എൻ്റെ രീതിയിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ മിക്ക വരുന്ന ആൾക്കാരും ഓൾറെഡി ഈ ഏജൻസി വരുന്ന ആൾക്കാരാണ്. അതിന് ആരും നാണിക്കൊന്നും വേണ്ട. ഇവിടെ വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എല്ലാവരും എടുക്കുന്നു എന്ന രീതിയിലാണ് ഞാൻ പറയാം. എല്ലാവരും എടുക്കണം, എടുക്കാതിരിക്കരുത്. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിന്തിച്ച് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടൊരു നിങ്ങൾ മിക്കവരുടെയും ചോദ്യം ഇതാണ്, വർത്താണോ. ഈ വർത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതി. മിക്ക മലയാളിക്കും അതൊരു ജോലിയാണ്. ഒരു ജോലിയാണെങ്കിൽ ആ ജോലി കിട്ടുക എങ്കിൽ ഈ കോഴ്സ് പഠിച്ചിട്ട് ആണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. മെറ്റീരിയൽ സയൻസിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോബ് പ്രൊഫൈൽ കണ്ടിട്ടുണ്ടോ? മെറ്റീരിയൽ സയൻസിൽ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ജോബ് പ്രൊഫൈൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേ റേഞ്ച് എത്രയാണ്? നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് അതിൻ്റെ പേ റേഞ്ച് നിങ്ങൾക്ക് നാട്ടിൽ പോയി കിട്ടാനുള്ള വർത്തുണ്ടോ? ഇല്ലെങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ അടുത്ത പരിപാടി എന്താ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു ഉത്തരം കണ്ടുപിടിക്കുക. ഞാൻ ഉത്തരം കണ്ടുപിടിച്ച് തരാൻ പറ്റത്തില്ല. അത് ആരായാലും ഉത്തരം കണ്ടുപിടിച്ച് തരാൻ പറ്റത്തില്ല. അതൊരു വലിയൊരു സ്ട്രഗിളാണ്. അത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സെറ്റാണ്. അപ്പോൾ അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, അതിന് മുന്നോട്ട് പോവുക. യൂണിവേഴ്സിറ്റിയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റി ഏത് കോഴ്സ് എടുത്താലും യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കോഴ്സായിരിക്കും ഏറ്റവും പാട്. FH പഠിക്കുന്ന, FH എന്ന് വെച്ചാൽ ഫാക്കഷൂളെ, പ്രൊണൗൺസ് ചെയ്ത് തെറ്റാണ് എന്നൊന്നും പറയരുത്, ഞാൻ പുതിയൊരാളാണ്. അപ്പോൾ ഫാക്കഷൂളയിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഫാക്കോഷൂളയാണ് അവിടെ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ എക്സാം എഴുതുമായിരിക്കും, പക്ഷെ അവിടെ നല്ല പ്രാക്ടിക്കൽ ട്രെയിനിങ് തരും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ കുറച്ച് പേര് FH പഠിക്കുന്നവരുണ്ട്. അവർക്ക് പല ഇൻറ്റേൺഷിപ്പും കിട്ടുന്നുണ്ട്. അവർക്ക് ജർമ്മനാണ് FH പഠിക്കണം, ജർമ്മൻ അറിയണം. എനിക്ക് തോന്നുന്നു A2 എങ്കിലും വേണം, പിന്നെ B1 വേണം മാസ്റ്റർ തീസ് ചെയ്യാൻ. പക്ഷെ അവിടെ എല്ലാം 90 ക്രെഡിറ്റ്സേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് വരിക. ചോദ്യം ചോദിക്കുന്നതിന് ചിന്തിക്കുക, ഇങ്ങനെ സംഭവം ഉണ്ട്, ഇങ്ങനെ ചോദ്യം ഓൾറെഡി ആൻസേർഡ് ആണോ? ഞാൻ കുറ്റം പറയല്ല, ചോദ്യം ചോദിക്കണം. ദൈവത്തെ അടുത്ത് ലൈക്കോ സബ്സ്ക്രൈബോ വിടുക. കാരണം ഇതുപോലത്തെ ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് മടിയായി ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കുന്നത്. പറഞ്ഞ് വായിലെ വെള്ളം പറ്റി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിശ ചോദിക്കുക. സ്റ്റുഡൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? ഒരു നിശ പറ, ഒരാൾ ചോദിക്കുക. ഞാൻ അതിനെപ്പറ്റി ഒരു നീണ്ട വീഡിയോ ഇടാം, കേൾക്കാൻ താല്പര്യമുള്ള മാത്രം കണ്ടാൽ മതി. പാർട്ട് ടൈം ജോബിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു വീഡിയോ ഇട്ട് ഞാൻ. പണി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വാട്ട് യു നീഡ് ടു നോ അബൌട്ട് ഗെറ്റിംഗ് എ ജോബ് ഇൻ ജർമ്മനി, സ്റ്റുഡൻറ്റ് ജോബ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, കോഴ്സിനെ പറ്റി കണ്ടന്റ് ചോദിക്കാനുള്ള ചോദിച്ചു. ഞാൻ എൻ്റെ ഇപ്പം രണ്ടാമത്തെ സെമസ്റ്ററിലോട്ട് കയറുകയാണ്. ഞാൻ കൂടുതൽ പ്രൊജക്റ്റ് വർക്കുള്ള കോഴ്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പാടായിട്ടുള്ള സബ്ജക്റ്റ് പിന്നെ വെച്ചിരിക്കുകയാണ്. അതിൽ ഈ പണിയാവുമെന്നറിയാം, പക്ഷേ പ്രോജക്റ്റുള്ള കോഴ്സസാണ് ഞാനിപ്പോൾ എടുത്ത് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം നമ്മുടെ റെസ്യൂമിലൊക്കെ കയറ്റി ആഡ് ചെയ്ത് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യുമെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ഇവിടെ വന്നിട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വാലിഡ്. നാട്ടിൽ ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർ ചോദിക്കും, ചിലവരത് ഓക്കെ എടുക്കും, ചിലവർ ഇൻ്റർവ്യൂ ഒക്കെ കോൾ ചെയ്യാൻ എടുക്കും. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന വർക്ക് അവർ ഭയങ്കര എന്തോ ഞാൻ ഡിഗ്രി BTech നാട്ടിലാണ് മെക്കാനിക്കലാണ് ചെയ്യുന്നത്, ഇത് അതൊരു ഡിഗ്രി അല്ല എന്ന രീതിയിലാണ് അവർ കാണുന്നത്. അപ്പോൾ പുച്ഛിക്കല്ല അവരുടെ ഒരു ഇങ്ങനെയാണ് അവർ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആൾക്കാർ. കാരണം ഡിഗ്രി ഉള്ള നാട്ടിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ, ഈ പാകിസ്ഥാൻ നാട്ടിൽ ഏഷ്യയിൽ നിന്ന് വരുന്ന ഡിഗ്രി ഒക്കെ വരുന്നവർ കുറേ പേരുണ്ട്. ഈ കുറേ പേർക്കും മാർക്കും കുറവാണ്. ഈ എന്തൊരു പറയുന്നത്, ഒരു ക്വാളിറ്റി ഇല്ല, അവർക്ക് ക്വാളിറ്റി ആൾക്കാരാണ് വേണ്ടത്. അപ്പോൾ 15 ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. മലയാളത്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ് ഇടുക. മലയാളത്തിൽ തന്നെ ചോദിക്കുന്നോണം ഒന്നുമില്ല, ഇംഗ്ലീഷിലോ കമൻറ്റ് ചോദിച്ചോ. കാരണം ബാക്കിയുള്ളവർക്കും റെസ്പോണ്ട് ചെയ്യാമല്ലോ. ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും ഒക്കെ കാണുന്നെങ്കിൽ അവർക്കും റെസ്പോണ്ട് ചെയ്യാമല്ലോ. അവരോടും അവരിത് കണ്ടിട്ട് അവർ മനസ്സിലാക്കട്ടെ. കോഴ്സ് പാടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവേ ഉള്ളൂ, കോഴ്സ് പാടാണ്. ഓക്കെ, വീണ്ടും അത് ചോദിച്ചു വരരുത്. ഈ ജോലി ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. ശരി, നന്ദി.